ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ സാരീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ സാരീസിന് ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ കൊണ്ടുവന്ന ആ ഒരു കളക്ഷൻസ് പിന്നെയും ഒരുപാട് ഇപ്പോൾ ഈ അടുത്തായിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ സാരീസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതിൻ്റെ പല കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. ഇതേപോലെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇതാ കണ്ടോ, എല്ലാം നല്ല ടാസിലൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ഒരു സിൽവറിഷ് കൈൻഡ് ഓഫ് വർക്കാണ് കേട്ടോ. ഇതിൽ ആ ഒരു വീവിങ് പാറ്റേൺ ആണ്. ഒന്നും പ്രിന്റ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരീസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. അതിൻ്റെ അപ്പർ ബോർഡറിൽ വളരെ ചെറിയൊരു ബോർഡറാണ്. ലോവർ ബോർഡർ ഇത്രയും കൂടെ വീതിയുള്ളൊരു ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു ഫങ്ഷൻ വെയർ സാരിയാണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അതിന് ഒരുപാട് ഫങ്ഷൻസും ഫെസ്റ്റിവൽസും ഒക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫങ്ഷൻ വെയർ സാരീസിന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1330, 1330 കേട്ടോ. 1330 ആണ്. ഇങ്ങനെയാണ് പല്ലു. ഇതേപോലെ കേട്ടോ, വിത്ത് ടാസിലാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു ടിഷ്യൂലാണ്. ഇത് ഇങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അതിന് ഇതേപോലത്തെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. വൺ സൈഡിൽ കുഞ്ഞു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാ സാരീസും ഇതേപോലെ വരുന്നത്. ഇതിൻ്റെ കളർ മാത്രമേ ഇനി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ കണ്ടോ, വളരെ തിന്നാണ്, സോഫ്റ്റ് ആണ്. ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെന്റ്സും കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കളർ കാണാം. ഇതിൻ്റെ ഇതാ കണ്ടോ, എല്ലാം വീവിങ് ആണ് കേട്ടോ. പ്രിന്റ് അല്ല, വീവിങ് ആണ്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വീവിങ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് സാരി നമ്പർ 2 ആണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. അതിലൊരു ഈ സിൽവർ കൈൻഡ് ഓഫ് ഡിസൈൻ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ്. വൺ സൈഡിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോർഡറാണ്. ലോവർ സൈഡിൽ ഇത്തിരി കൂടെ വീതിയുള്ള ഒരു ബോർഡറാണ്. നല്ല ഭംഗിയത്. ഇങ്ങനെ നല്ല ഭംഗിയിൽ വെയർ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. നല്ല കളറുമാണ് കേട്ടോ. പല്ലു ഇതാ എല്ലാത്തിൻ്റെയും ഒരേപോലെ തന്നെ കണ്ടോ. ആ ഒരു ഡിസൈൻ സൂപ്പർബാണ്. വിത്ത് ടാക്സിലാണ്. ബ്ലൗസ് ആ ഒരു ടിഷ്യൂ പോലെ തന്നെയാണ് കേട്ടോ. ബ്ലൗസ് കണ്ടോ, എല്ലാത്തിനും സെയിം ആണ്. ഒരു കുഞ്ഞ് ബോർഡറും ഉണ്ട്, വലിയ ബോർഡറും ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1330 കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മടക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഒതുങ്ങി ഭംഗിയിൽ നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കളേഴ്സ് നമുക്ക് വേഗം കണ്ടുപോകാം. അടുത്തത് നമ്പർ 3 ആണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ബ്ലൂ ആണ്. ഈ ഒരു ബ്ലൂ എങ്ങനെയാണ് വീഡിയോയിൽ കാണുകയെന്ന് അറിയില്ല. പല കളറിനും കുഞ്ഞ് ചില ബ്ലൂവിനൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വേറൊരു കളർ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സായി വരുന്നതിനൊക്കെ കേട്ടോ. കണ്ടോ, നല്ലൊരു ബ്ലൂ തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. പല്ലു വരുന്നത് ഇങ്ങനെ. ഇത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതേപോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരിക. എല്ലാം സെയിം ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്തത്. നല്ലൊരു വീവിങ് പാറ്റേൺ. ഉടുക്കാനും കംഫർട്ടബിൾ ആണ്. ഉടുത്ത് വരുമ്പോൾ ഒരു പ്രീമിയം സാരിയുടെ ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരിയാണ്. 1330 കേട്ടോ. 1330 ആണ് വരുന്നത്. നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റസ്റ്റ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു കളർ പോലെയൊക്കെ തോന്നും. ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. ഒരു ബ്രൗണിൻ്റെ ഒരു വെറൈറ്റി ആണെന്നും പറയാം കേട്ടോ. നമ്പർ 4 ആണ്. ബാക്കിയൊക്കെ സെയിം ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് നേരത്തെ കാണിച്ച പോലത്തെ ഒരു ടിഷ്യൂ പ്ലെയിൻ ആണ്. വിത്ത് ബോർഡേഴ്സ് ആണ്. ഇങ്ങനെയാണ് സാരി വരിക. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല കളേഴ്സും ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 1330 ആണ്. ഇനി അടുത്ത കളർ. അടുത്തത് നമ്പർ 5 ആണ്. ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ഓരോ കളർ എടുക്കുമ്പോൾ വിചാരിക്കും അതാണ് ഏറ്റവും ഭംഗിയെന്ന്. എല്ലാ കളേഴ്സും സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്.
ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പല്ലു വരുന്നത് കണ്ടോ, ഇത് ടാസലായിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു പാറ്റേണിൽ തന്നെയാണ്, ടിഷ്യൂ പാറ്റേണിലാണ് വരുന്നത്. 1330. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് ബോഡി ഫുൾ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ വർക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ. ഇനി അടുത്ത കളർ, അടുത്തത് നമ്പർ 6 ആണ്. ഇതൊരു പീക്കോ ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇത് വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലൂ അല്ല കേട്ടോ, ഇതൊരു ഗ്രീനിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളറാണ്. അത് വീഡിയോയിൽ ഈ കളർ ബ്ലൂ ആയിട്ടാണ് കാണുക കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചില കളേഴ്സ് അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യും. പക്ഷെ നല്ലൊരു ഗ്രീനിൻ്റെ ബ്ലൂവിൻ്റെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ കളർ എപ്പോൾ വരുമ്പോഴും ഇങ്ങനെയാണ് കണ്ടോ. ഇത് ബ്ലൂ അല്ല, ഇതൊരു ഗ്രീനാണ് കേട്ടോ. ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ലൊരു കളർ, ലൈറ്റ് കളർ തന്നെയാണ്. ഇതേപോലെ പല്ലു, ബ്ലൗസ് ആ ഒരു ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. സാരി കൊടുക്കുമ്പോൾ റേറ്റ് വരുന്നത് 1330. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു സ്പെഷ്യൽ കളറാണ് വരുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. നമ്പർ 7 ആണ്. നല്ലൊരു ബ്ലൂ ഗ്രേ മിക്സ് പോലെ തോന്നും നമുക്ക്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ലൊരു ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയിലൊക്കെ കാണുന്ന ആ ഒരു കളറാണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ വർക്ക് ഉണ്ട് കണ്ടോ. അത് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ബ്ലൗസ് ആ ഒരു ടിഷ്യൂ പ്ലെയിൻ ആണ്, സെയിം കളർ വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 1330, 1330. അടുത്തത് നമ്പർ 8 ആണ്. ഇത് ഗ്രീനിൻ്റെ ഒരു കളറാണ്. നേരത്തെ കാണിച്ച ഒരു ബ്ലൂ ആണെങ്കിലും ഈ ഒരു ഗ്രീൻ ആണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കളറല്ല കേട്ടോ. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ കളേഴ്സിനൊക്കെ. ആ ഒരു സിൽവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു റോയൽ കളേഴ്സിലാണ് ഇത് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ്. വള്ളേറിൽ ഉടുത്താലും നല്ലതായിരിക്കും, ഞൊറിഞ്ഞ് കൊടുത്താലും ഇതിന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിക്ക് ഞൊറി എടുത്തിട്ട് സൂപ്പറായിട്ട് സെറ്റ് ചെയ്താൽ മതി. കറക്റ്റ് ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബ്ലൗസും ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും നമ്മളെ സാരിയുടെ കോസ്റ്റിനേക്കാളും അത് എങ്ങനെ വെയർ ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും കേട്ടോ. ബ്ലൗസ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ടിഷ്യൂ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1330 കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലത്തെ സാരിക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോസിബിൾ അല്ലാന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇനി അടുത്ത കളറാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അടുത്തത് നമ്പർ 9 ആണ്. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരും കണ്ടോ, നല്ല ഭംഗിയുള്ള ബോർഡറാണ്. പല്ലു ഇതേപോലെ വരും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അതിലിതാ ഇതേപോലെ നല്ലൊരു സിൽവറിഷ് കൈൻഡ് ഓഫ് ബോർഡറാണ് വരുന്നത്. ബ്ലൗസ് ടിഷ്യൂ പ്ലെയിൻ ആണ് വിത്ത് ബോർഡറാണ്. റേറ്റ് വരുന്നത് 1330 കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഫുൾ സാരി നല്ല ഭംഗിയാണ്. അടുത്തത് നമ്പർ 10 ആണ് കേട്ടോ. നല്ലൊരു റോസ് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ സാരി വരിക. ഇതിപ്പോൾ 3-4 ലെയറായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഞാൻ അതിൻ്റെ ഫോൾഡിങ് കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഭംഗി കൊടുത്ത് വരുമ്പോൾ കണ്ടോ. നമ്മുടെ മുഖത്തിനാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് കണ്ടോ. ഇതേപോലെ വരും. പല്ലു വിത്ത് ടാസിലാണ്. ബ്ലൗസ് ആ ഒരു ടിഷ്യൂ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് 1330. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 11 ആണ്. ഇതും ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് ഫുൾ ഓപ്പൺ ചെയ്താൽ ഇത് മടക്കി അതിൻ്റെ ഒരു ഫോൾഡിങ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്പർ 11 ആണ്. ഇതാണ് പല്ലു. ബ്ലൗസ് വരുന്നത് ആ ഒരു ടിഷ്യൂവിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1330. നല്ല കളേഴ്സ് അല്ലേ എല്ലാതും. ഇനിയുണ്ട് കേട്ടോ. അപ്പം നമ്പർ 11 ആണ്. നിങ്ങൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്കും നമുക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത നമ്പർ 12 ആണ്. ഇതൊരു ഗ്രേ
ബ്ലാക്കിഷ് ഗ്രേ ആ ഒരു കളറിലാണ് വരുന്നത്. ഇതും നല്ല കളറാണ് കേട്ടോ. കൂടിയ കാഞ്ചീപുരം സാരിയിലൊക്കെ കാണുന്ന ആ ഒരു സംഭവത്തിൻ്റെ റെപ്ലിക്കയായിട്ടാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. അതാണ് ആ ഒരു കളേഴ്സിനും ആ ഒരു സാരിയുടെ ഒരു ഡിസൈനിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളത്. ഇതാണ് പല്ലു വരുന്നത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് പിന്നെ നമ്മുടെ ടിഷ്യൂ തന്നെയാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും കാണിക്കാത്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ആ ഒരു ബോർഡേഴ്സും കൂടെ വരുമ്പോൾ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1330 കേട്ടോ. അടുത്തത് നമ്പർ 13 ആണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു പ്ലസൻറ്റ് ഗ്രീൻ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. കൊടുത്തു വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പല്ലു ഇങ്ങനെയാണ്, ബ്ലൗസ് ടിഷ്യൂ തന്നെയാണ് കേട്ടോ. വിത്ത് ടാസലായിട്ടാണ് പല്ലു വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി. ഇങ്ങനെയാണ് കേട്ടോ ഒരു ഡിസൈൻ. നിങ്ങൾക്ക് അടുത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ആ ഒരു വീവിങ് പാറ്റേൺ സൂപ്പർബായിട്ടാണ് വന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 1330 കേട്ടോ. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 14 ആണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കളർ എന്താ പറയാന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റ് ഷെയ്ഡ്, ഇംഗ്ലീഷ് കളറിലൊക്കെ വരുന്ന ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതാണ് ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 14 ആണ്. കൊടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല സട്ടിലായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. പല്ലു ഇതേപോലെ വിത്ത് ടാസിലാണ് വരുന്നത്. ഇതായിരുന്നു ലാസ്റ്റ് കളർ ഈ ഒരു മോഡലിൽ കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 1330 കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇനി വേറൊരു ടൈപ്പ് സാരി കൂടി ഉണ്ട്. ഒരു 3 കളറിലാണ് അത് വരുന്നത്, അതും കൂടെ കാണിക്കാം കേട്ടോ. അടുത്തത് ഇങ്ങനെ ഒരു 3 കളറിലാണ് സാരി വരുന്നത്. നമ്മുടെ ഫെസ്റ്റീവ് കളക്ഷനിൽ വന്നിട്ടുള്ളതാണ്. നല്ല കോട്ട ചെക്ക് ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് വന്നിട്ടുള്ള സാരിയാണ്. നമുക്ക് കണ്ടു നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള കോട്ട ചെക്ക് ഫാബ്രിക് ആണ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. അതിൽ ആപ്ലിക് വർക്കിൽ എംബ്രോയിഡറി വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ. അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ കണ്ടോ. ഇതേപോലെ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് കണ്ടോ. ഇങ്ങനെയാണ് ഒരു ആപ്ലിക് വർക്ക് വരിക. പിന്നെ ഇതിൻ്റെ പല്ലുവിലും ബോഡി പോർഷനിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിലായിട്ട് സെയിം കളറായിട്ട് തന്നെയാണ് കേട്ടോ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്കാലപ്പ് ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ഒരു സോഫ്റ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെയും വെയർ ചെയ്യണമെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് ഇട്ടിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2750 ആണ് കേട്ടോ. 2750 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കോട്ട ചെക്കിൽ അപ്ലിക് വർക്കും സ്കാലപ്പ് ബോർഡറും വരുന്ന സാരിയാണ്. 2750. ഇനി അടുത്ത കളർ കാണാം. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് 2 കളേഴ്സിലാണ് വരുന്നത്. അടുത്തത് ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അതിലിതാ ഇതേപോലത്തെ ലാവൻഡർ കളറാണ് അതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നത് കണ്ടോ. എംബ്രോയിഡറി സ്കാലപ്പ് ബോർഡറൊക്കെ വരുന്നത്. ഇതാണ് പല്ലു പോർഷൻ കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും സാരി. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാൾ ഇത്തിരിയും കൂടെ ഒരു കളറുണ്ട്. വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് കളർ കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതേപോലെ വരിക കേട്ടോ. അതാ കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ്. അത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കോട്ട ചെക്കിൽ ആപ്ലിക് വർക്കും എംബ്രോയിഡറിയും സ്കാലപ്പ് ബോർഡറൊക്കെ വരുന്ന സാരിയാണ്. 2750 റേറ്റ് വരുന്നത്. 2750. ബ്ലൗസ് ഇതേപോലെ ഒരു പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെയൊക്കെ കൂടെ ഇതിൽ ആ ഒരു ആപ്ലിക്കിൽ വരുന്ന കളർ ഉണ്ടല്ലോ, ആ കളർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും ഒരു സെൽഫ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളർ ഉണ്ടല്ലോ, അതായത് സെയിം കളറിൻ്റെ ഇത്തിരി കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് അങ്ങനെ ആകുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 2750. ഇത് ബോഡിയിലും ആ ഒരു വർക്ക് അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ട്, ഒരു ആപ്ലിക് വർക്ക് കേട്ടോ. ഭയങ്കര ഒരു ക്ലാസ് എലഗൻ ലുക്കുള്ള സാരിയാണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 17 ആണ് കേട്ടോ. നല്ലൊരു കളറാണ്, നല്ലൊരു റോസ് ഷെയ്ഡാണ് കേട്ടോ. അതും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കും ഇതേപോലെ സ്കാലപ്പ് ഡിസൈനൊക്കെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. കോട്ട ചെക്കിലാണ് ഫാബ്രിക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഫുൾ സാരി വരുന്നത്. റേറ്റ് വരുന്നത് 2750. ബ്ലൗസ് വരുന്നത് ഇതേപോലത്തെ കണ്ടോ ഒരു പ്ലെയിൻ ഫാബ്രിക് ആണ്.
സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്കാലപ്പ് ഡിസൈനും പിന്നെ പ്ലിക് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാരീസ് വന്നിട്ടുള്ളത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 2750 കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.